വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തിരിച്ചെത്തിയ അറ്റകുറ്റപ്പണിക്ക് ശേഷം ശബരിമലയിൽ തിരിച്ചെത്തിയത് യഥാർത്ഥ സ്വർണ്ണപ്പാളികളല്ലെന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും BSSC പരിശോധനാ റിപ്പോർട്ട് ഇത് ബലപ്പെടുത്തുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് S വിജയകുമാർ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എന്നിവർ തുടരുന്നുണ്ട്. ഇപ്പോൾ വിപിൻ സി വിജയനിലേക്ക്. വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ? അന്വേഷണത്തിൽ തൃപ്തിയാണ് ദിലീപ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും മറ്റൊന്നുള്ളത്, ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത് കൊള്ള നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം എന്നുള്ളതാണ്. അതിൽ ആ സ്വർണ്ണപ്പാളികൾ മാറ്റി എന്നുള്ളൊരു സംശയം ഹൈക്കോടതിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇനി അതിൽ കൂടുതൽ പരിശോധനയാണ് വരേണ്ടത്. SIT സംഘം നാളെ ശബരിമല സന്നിധാനത്തേക്ക് വീണ്ടും എത്തുകയാണ്. ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. അതായത് സ്ട്രോങ് റൂമിലിരിക്കുന്ന വാതിൽ പാളികളും ബ്രഹ്മമണ്ഡല പാളിയും പരിശോധിക്കുക എന്നുള്ളതാണ് ഇനി ഉദ്ദേശിക്കുന്നത്. 1998 സ്വർണം പൂശിയ പാളികൾ പിന്നീട് ഉണ്ണികൃഷ്ണൻ പാറ്റി പുറത്തേക്ക് കൊണ്ടുപോവുകയും തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഈ തിരിച്ചെത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതിന്റെ പരിശോധന, ആ പരിശോധനാ ബലം ഇനി വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 9 അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ട തീയതിയാണ്. അതിനുള്ളിൽ തന്നെ ഇതിലൊരു കൃത്യത വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും. ഒപ്പം തന്നെ ഇതുവരെയുള്ള പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അന്വേഷണം അങ്ങനെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാം. ഏകദേശം 1 ഡസനോളം CBI അന്വേഷണം വേണമെന്നുള്ള ഹർജി ഹൈക്കോടതിയുടെ മുൻപിൽ ഇരിക്കെയാണ് വലിയ വലിയ വിവരങ്ങൾ ഓരോ ഇടക്കാല റിപ്പോർട്ടിലും പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഗൗരവം കൂട്ടുന്ന കാര്യം. ഇന്ന് തന്ത്രി സമാജം ഇതുപോലെ തന്നെ ഹൈക്കോടതിയിൽ എത്തുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിരൂക്ഷ വിമർശനമാണ് ഈ തന്ത്രി തുടരുക. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉത്തരവിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2024-25 വർഷത്തെ ഇടപാടുകളും അന്വേഷിക്കുമെന്ന് SIT അറിയിച്ചിരിക്കുകയാണ്. അതായത് നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും എന്ന കാര്യവും ഈ ഉത്തരവിന്റെ ഭാഗമായി പറയുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് S വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളും അന്വേഷിക്കുമെന്നാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നാളെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ എത്തുന്നുമുണ്ട്. ഇന്ന് രാത്രി വരെയാണ്, ഇന്ന് അത്താഴപൂജ വരെയാണ്, ആ സമയം വരെയാണ് ഇപ്പോൾ ഭക്തർക്ക് ദർശനത്തിനായി അനുവദിച്ചിട്ടുള്ളത്. നാളെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ? ദിലീപ് കുമാർ, അന്വേഷണം അതിന്റെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് നാളെ ഭക്തരൊന്നും തീർത്ഥാടകരില്ലാത്ത ഒരു സമയം സന്നിധാനത്തേക്ക് SIT സംഘം എത്തുകയും അവരുടെ വിവരശേഖരണം നടത്തുകയും ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ് അവർ സന്നിധാനത്തുനിന്ന് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇതുവരെ സൂചനകളില്ല. പക്ഷേ നാളെ അന്വേഷണ സംഘം സന്നിധാനത്തേക്ക് പോവുകയാണ്. ഭക്തരുടെ തിരക്കൊന്നുമില്ലാത്തൊരു സമയത്ത് ആയിരിക്കും അവർ ആ വിവരങ്ങൾ ശേഖരിക്കുകയും അവിടെ നിന്നുള്ള കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെ അതോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് പോകുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇതിൽ കൂടുതൽ അറസ്റ്റ്, കൂടുതൽ കണ്ടെടുക്കലൊക്കെ CCIലൊക്കെ ഇനി ബാക്കിയുണ്ടെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫർദർ അറസ്റ്റിനെ പറ്റി ഈ ഉത്തരവിൽ കോടതി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള സൂചനയാണ് വരുന്നത്. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി വിളിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലം ഈ ഉത്തരവിൽ ഉണ്ട്. അതിൽ 2024-25 വർഷത്തെ ഈ പറയുന്ന ദേവസ്വം ഭരണസമിതി, അത് ഈ പഴയ ഭരണസമിതി അഴിമതിക്ക് കൂട്ടുനിന്നുവെന്ന് കോടതി തന്നെ സംശയിക്കുന്ന, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആ ഭരണസമിതിയുടെ നടപടികളുടെ തുടർച്ചയായി പല കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെന്നാണ് SIT സംശയിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോകുന്നത്. അത് വളരെ സുപ്രധാനമായ സൂചനയാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ PS പ്രശാന്തിന്റെ കാര്യത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി 2 തവണയും ബലമുള്ള ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് SIT ഇപ്പോൾ ആ ബോർഡിന്റെ ഇടപെടൽ അന്വേഷിക്കാൻ പോകുന്നത്, അതിൽ കൂടുതൽ പരിശോധന നടത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദ്യ ബോർഡ് നടത്തിയ 2017 മുതലുള്ള ബോർഡ് നടത്തിയ ഇടപെടലുകൾ, അതിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്രമക്കേട് നടത്തിയ ബോർഡിന്റെ
തീരുമാനങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകൾ അതിന്റെ തുടർച്ച ഈ 24-25 വർഷത്തെ ബോർഡും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. ഇതൊരു ഈ ഗൂഢാലോചനയിലേക്ക് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് SIT ആ നിലയിലൊരു അന്വേഷണത്തിന് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കാത്ത മറ്റേതെങ്കിലും കക്ഷികളിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് തന്നെ അങ്ങേയറ്റം ക്രൂഷ്യലായിരുന്നു. അതിന്റെയൊക്കെ സാഹചര്യത്തിൽ എന്തും ഈ കേസ് അന്വേഷണത്തിൽ സംഭവിക്കാം. ആ നിലയിൽ വളരെ സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള ഒരു ഫ്രീ ഹാൻഡ് ഹൈക്കോടതി ഈ ഉത്തരവിലും SITക്ക് നൽകിയിട്ടുണ്ട്. പോലീസ് തലപ്പത്തുള്ള പോലീസ് മേധാവിയോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ ഈ SITക്ക് ആവശ്യമുള്ളത്, ആൾ സൗകര്യം, കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം നൽകണമെങ്കിൽ അതൊക്കെ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ശബരിമലയിലെ കൊള്ളയുടെ അതിന്റെ ശാസ്ത്രീയമായി അതെങ്ങനെ നടന്നു എന്നതിന്റെ കണ്ടെത്തലിലേക്ക് SIT എത്തിയിട്ടുണ്ട്. ഒരു കാര്യം SIT കോടതി പറയുന്നുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇതിൽ ഈ ഘട്ടത്തിൽ കൂടുതൽ പറയാൻ കഴിയില്ല. അതിൽ വളരെ സെൻസിറ്റീവായ വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റും കൂടുതൽ കസ്റ്റഡിയും ഒക്കെ ബാക്കിയുള്ളത് കൊണ്ട് കോടതി ആ ശാസ്ത്രീയ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ പേർ കുടുങ്ങുമോ എന്ന് അറിയാം. വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണെന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. നാളെ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെത്തി കൂടുതൽ തെളിവെടുപ്പ് നടത്തും. കൂടുതൽ പേർ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.